ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 50-51 വാക്യത്തിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നു, നമ്മൾ എത്ര പേര് ഒരുക്കത്തിലായിരിക്കുന്നു. കണ്ണുമിക്കുന്നതിന് നടക്കാൻ പോകുന്ന സംഭവത്തിന് വേണ്ടി നമ്മൾ എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത. ഈ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അവർ കൊടുക്കുന്ന ദശാംശവും തോത്രാഴ്ചയൊക്കെ മേടിച്ച് ഭക്ഷിച്ചിട്ട്, എൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയുന്നത്, അവരെ ദൈവവചനം പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി അവരെ നിത്യതയിൽ കൊണ്ട് എത്തിക്കുക, അല്ലേ? അതല്ലേ ആദരിക്കുക? അല്ലാതെ വഴിയിലിട്ടിച്ച് പോകുന്നതാണോ? പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാൽ അവരുടെ തോത്രാഴ്ചയും ദശാംശമൊക്കെ വീട് പഠിച്ചിട്ട് അവരെ നരകത്തിൽ തള്ളിക്കളയുന്നത്, അത് ആദരിക്കലാണോ? അത് കൊടും പാതകമല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ഹാമാസിന്റെ നേതാക്കന്മാർ ആ ഹാമാസിന്റെ അണികളെ ആദരിക്കുന്നില്ല, പലസ്തീനിലെ ആൾക്കാരെ ആദരിക്കുന്നില്ല, അവരെ കൊലയ്ക്ക് കൊടുക്കുക ചെയ്യുന്നത്. ആ പാവങ്ങളുടെ പേരിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അവർ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും സുഖലോലുപന്മാരായിട്ട് ജീവിക്കുക ചെയ്യുന്നത്. ഈ പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഹാമാസിന്റെ ടോപ്പ് ലീഡേഴ്സിന്റെ അണികളായിട്ടുള്ള ചോട്ട ഹാമാസുമാര് ഈ പബ്ലിക്കിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കുക, സ്കൂളിലും ഹോസ്പിറ്റലിലും ഒളിച്ചിരിക്കുക. ഇസ്രയേൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? യവന്മാരെല്ലാം ഇതിൻ്റെ ഇടയിൽ കയറി. അവരെല്ലാം നോട്ടമല്ലോ, അവന്മാരെല്ലാം രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ഭക്തന്മാരാണ് അവർ. അവര് നോക്കുമ്പോൾ അവരുടെ ശത്രു ഒളിഞ്ഞിരിക്കുക. ഒരു 50 എണ്ണം തീർന്നാലും ആ ഒരെണ്ണം പോകണമെന്ന് അവരുടെ ചിന്ത, അല്ലേ? അതാ ഈ സംഭവം നടക്കുന്നത്. അല്ലാതെ ഇസ്രയേൽ മക്കൾ ആരെയും നിരുപാധികം കൊല്ലുന്നവരേ അല്ല. ഹമാസിന്റെ സ്വഭാവം അവർക്കില്ല, ഈ ദുഷ്ടതയും ചതി അവർക്കില്ല. അവര് നല്ല മനുഷ്യരാണ്, അവർ മനുഷ്യരെ ദ്രോഹിക്കുന്നവരല്ല. അവരെ ദ്രോഹിച്ചാൽ അവരൊട്ട് വിടത്തുമില്ല. അതാണ് അവരുടെ രീതി. ഞാൻ മനസ്സിലാക്കിയവരെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജനത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശമെടുത്ത് പഠിപ്പിച്ച് സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക. എന്താ സംഭവിക്കാൻ പോകുന്നത്? കണ്ണിമിക്കുന്നതിനിടയിൽ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോവുക. ഹല്ലേലൂയ. കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ചെയ്യും. ഈ മരിച്ചവരെ അക്ഷരായി ഉയർക്കെന്ന് പറയുമ്പോൾ കൊരിന്ത് സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കേട്ട് വന്നവരാ. കൊരിന്ത് സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും ആ പ്രത്യാശ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ മാമേ. 1 കൊരിന്ത്യർ 6-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ കൊരിന്ത് സഭയുടെ പ്രത്യാശ അതാ, പൗലോസിന്റെ പ്രത്യാശ അതാ. ഇതെല്ലാം എഴുതി വെച്ചിട്ട് പൗലോസ് പ്രത്യാശയില്ലാതല്ല ജീവിച്ചത്. പ്രത്യാശ നിർഭരമായൊരു ജീവിതം നയിച്ചാണ് ആ ഭക്തൻ പോയത്. കൂടെയുള്ള ശിഷ്യന്മാരും അങ്ങനെയാ പോയത്. ഇന്നത്തെ ശിഷ്യന്മാരൊക്കെ ഏത് നിലയിലാ പോകുന്നേ? എനിക്കത് ഓർക്കുമ്പോഴാ വലിയ സങ്കടം. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും ഇന്നത്തെ പുതിയ നിയമ സഭയുടെ ശിഷ്യന്മാരായിട്ടിരിക്കുന്ന സംഘടനയുടെ മേൽപ്പത്തിരിക്കുന്ന മേലാളന്മാരും അവരുടെ അണികളും അവരുടെ സെൻട്രൽ ലോക്കലും പ്രസിഡന്റും ഖജാൻജിയും അവരൊക്കെ ഏത് ശിഷ്യന്മാർ ഏത് അവസ്ഥയിലാണ് പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണോ അവർ ജീവിക്കുന്നത്? അവർക്ക് ആ പ്രത്യാശ ഉണ്ടായിരുന്നോ? കാരണം ധരിച്ച് കർത്താവ് വരും, ഞങ്ങൾക്ക് പോകാം. മനസ്സിലായി? 1-ാം നൂറ്റാണ്ടിലെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാർ, ആ പ്രസംഗം കേട്ട ഭക്തന്മാർ എന്ത് ചെയ്തു? അവിടെ വസ്തുവകയെല്ലാം വിറ്റ് അവർ പാവം പിടിച്ചവർക്കെല്ലാം തിന്നാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അവരിങ്ങനെ കാത്തിരിക്കുക. 1-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. കാരണം ആ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അതൊരു ഉപദേശമായിട്ട് ആരും എടുക്കണ്ട. ഹല്ലേലൂയ. ആ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ആ പ്രത്യാശയുടെ മെഷർമെന്റ് പുതിയ നിയമസഭയ്ക്ക് ആർക്കുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. പറയുന്നത് എനിക്കുണ്ടോ? കേൾക്കുന്നത് നമുക്കുണ്ടോ? കാരണം വചനത്തിലൂടെ പൗലോസ് പറഞ്ഞത് അവരങ്ങനെ വിശ്വസിച്ചു. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചു. നമ്മൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കണ്ണിമിക്കുന്നതിനിടയിൽ എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ രൂപാന്തരപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്
മഹത്തരമായ സത്യമാണെങ്കിലും അത് ആർക്കാണ് സംഭവിക്കുന്നത്? അത് പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കണമല്ലോ, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കണമല്ലോ. ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് രൂപാന്തരം കിട്ടുകയും ചെയ്യും. ഇതെപ്പോഴായി കിട്ടുന്നത്? കണ്ണിമിക്കുന്നതിനിടയിൽ. കണ്ണിമിക്കുന്നതിനിടയിൽ. ഫാസ്റ്റ് ഇംഗ്ലീഷ് പദം ഒന്നുകൂടി പറഞ്ഞേ. ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ. ഞാനതങ്ങ് മറന്നു പോവാന്ന് എഴുതിയിട്ടേ. ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ. ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ. സ്തോത്രം. ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ. സ്തോത്രം. എനിക്ക് ആ പദം അങ്ങോട്ട് വിടാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ അത്. അപ്പം ഞാനതാ പ്രത്യാശ എന്നിലങ്ങോട്ട് വർദ്ധിച്ചു വരട്ടെ. കണ്ണിമിക്കുന്നതിനിടയിൽ ഇത് സംഭവിക്കാൻ പോവുക. കണ്ണിമിക്കുന്നതിനിടയിൽ സംഭവിക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്ത് സമൂഹമേ, ഹല്ലേലൂയ. നിങ്ങൾ ഏത് ഡിനോമിനേഷനിലാണെങ്കിലും കൊള്ളാം, ഈ ഡിനോമിനേഷൻ സ്പിരിറ്റ് എല്ലാം അങ്ങ് വിട്ടോണം. അത് സാത്താൻ്റെ വകയാണ്, അത് ആർക്കും നമുക്ക് വേണ്ട. നീ ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും, നീ രക്ഷിക്കപ്പെട്ടവനാണോ, നീ സ്നാനപ്പെട്ടവനാണോ, നീ പരിശുദ്ധനും അഭിഷേകം പ്രാപിച്ചവനാണോ, നീ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവനാണോ, ഹല്ലേലൂയ, നീ കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കാൻ പോവുക. നീ അമേരിക്കയിലോ ലണ്ടനിലോ ജർമ്മനിയിലോ ഏത് അവസ്ഥയിലാണ്, എവിടെ ആണെങ്കിലും നമുക്കെനിക്കതൊരു വിഷയമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് രാജ്യത്തോ ഏത് ജോലിയിലോ ഏത് അവസ്ഥയിലാണെങ്കിലും വിഷയമല്ല. കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന ആ മഹാസംഭവത്തിൽ നീ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ അമേരിക്കയിലാണോ ലണ്ടനിലാണോ ഏത് രാജ്യത്താണെന്നുള്ളതൊന്നും എനിക്കറിയണ്ട. ഇത് സംഭവിക്കാൻ പോകുകയാണ്. ദൈവമക്കളുടെ പ്രത്യാശയായ കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർക്കാൻ പോകുകയാണ്. തടുക്കുന്നവൻ വെളിയിൽ നിന്ന് നീങ്ങി പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് അധർമ്മത്തിന്റെ മർമ്മത്തെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന കൊലപാതകവും, ഇവിടെ നടക്കുന്ന കൊള്ളിവെപ്പും, ഇവിടെ നടക്കുന്ന ഭീകരാക്രമണങ്ങളും സ്വത്രം രണ്ട് തെസ്സലോനിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അധർമ്മത്തിന്റെ മർമ്മമാണ് വ്യാപരിക്കുന്നത്. 58 വെട്ടിയിട്ടും 59ാമത്തെ വെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികളുടെ ഗുണ്ടകളും അവർ ചെയ്യുന്നതും അധർമ്മമാണ്, അധർമ്മത്തിന്റെ മർമ്മമാണ്. ഒരുത്തനെയും കൊല്ലാൻ ദൈവം അനുവദിക്കുന്നില്ല. കായിനോട് ദൈവം ചോദിച്ചു, സ്തോത്രം, കൊല്ലാൻ അവനൊരു പ്രമാണം ഉണ്ടായിരുന്നോ? കൊല്ലാൻ അവന് അനുവാദം കൊടുത്തോ? ദൈവം എന്തിനാ അവനോട് ചോദിച്ചേ? കായനോട് ചോദിച്ച ചോദ്യം ഒന്ന് വായിച്ച പാസ്റ്റേ. ഹല്ലേലൂയ. കായനോട് പറഞ്ഞ ആ ഭാഗം, ദൈവം അവനെ കൊല്ലരുതെന്ന് പറഞ്ഞ ഭാഗം അമ്മാമേ എടുത്തൊന്ന് വായിച്ചാട്ടെ. അതൊക്കെ നമ്മൾ ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 6 തൊട്ട് ഞാനങ്ങ് വായിക്കാം. 4-ന്റെ 6 തൊട്ട് വരും, ശ്രദ്ധിച്ചു കേട്ടോണേ. എന്നാറേ യഹോവ കായിനോട്, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം പാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ? നീ പാപം ചെയ്താലോ പാപം വാതിക്കൽ കിടക്കുന്നു, തിന്മ ചെയ്താലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നിലേക്കാണ്, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാറെ കായീൻ എൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിലേക്ക് പോകുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്ന്, ഞാൻ എൻ്റെ അനുജന്റെ കൊന്നു കഴിഞ്ഞതും പോരാ, കാവൽക്കാരന് ചോദിക്കുക. അതിനവൻ, നീ എന്ത് ചെയ്തു? ഓ എന്റെ ദൈവമേ, സ്വത്രം. ഇതൊന്ന് കേട്ടേ ദൈവമക്കളെ. അടുത്ത, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് കായീൻ ശാപഗ്രസ്തനായി പോകണം. ഇന്നത്തെ കൊലപാതകന്മാരെല്ലാം ശാപഗ്രസ്തന്മാരാണ് വചനപ്രകാരം. അടുത്ത, അടുത്ത് എല്ലാം ഉഴലുന്നവന്മാരായി തീർന്നിരിക്കുന്നു. അടുത്ത, മതി. ഭൂമിയിൽ ഉഴഞ്ഞു നടക്കിയവരെല്ലാം, കൊലപാതകം ചെയ്യുന്നവരെല്ലാം ഭൂമിയിൽ എന്ത് ചെയ്യാം? ഉഴലുന്നു നടക്കുന്നവരാണ്. പ്രത്യാശയില്ലാത്തവരാണ്.
ദൈവത്തിന്റെ കോപാഗ്നിക്ക് അവർ ഇരയായി തീരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ചിന്തിക്കും, ഈ കൊലപാതകന്മാരും ഈ അക്രമം നടത്തുന്നവരെയൊക്കെ ആരാണ് ദൈവമേ ഇങ്ങനെ അഴിച്ചുവിടുന്നത്? ആരാണ് ദൈവമേ അവർക്ക് ഇതിനുള്ള ഇത് കൊടുത്തിരിക്കുന്നത്? പിന്നെ കർത്താവ് വചനത്തിലൂടെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഇവന്മാരെയെല്ലാം യെഹൂദക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന്റെ കീഴിലിട്ട് ദൈവം ഞെരിച്ചമർത്തുന്ന ഒരു ദിനം വരാൻ പോകുകയാണ്. കാഹളം ധരിച്ച് കണ്ണുമിക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ അല്ലാത്തവരെല്ലാം കൂടി 7 വർഷത്തെ മഹോദര കാലത്തിൽ യാക്കോബിന്റെ കഷ്ടകാലം, യാക്കോബിന്റെ പീഡാകാലം എന്നുള്ള ആ 7 വർഷത്തെ മഹോദര കാലത്തിൽ ഇട്ടിട്ട് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനൊരു കൊച്ചുവാക്യം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 9-ൽ ഒരു 2 പദങ്ങൾ കിടപ്പുണ്ട്. മരണം കൊതിക്കും, മരണത്തിന് വേണ്ടി അതല്ല കാണുകയില്ല. അതിൽ 2 പദങ്ങളുണ്ട്. മരണം കൊതിക്കുമെന്നും പിന്നെ സ്വത്രം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം എടുത്തോട്ടെ. ഞാൻ ശക്തിയോടത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. മരണം അന്വേഷിക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിക്കാൻ കൊതിക്കും. കുഴിമന്തി തിന്നാൻ കൊതിക്കുമെന്നല്ല, കുഴിമന്തിയും ബിരിയാണി തിന്നാൻ കൊതിക്കുമെന്നല്ല, മരണത്തിന് വേണ്ടി കൊതിക്കും, മരണത്തെ അന്വേഷിക്കും. നമ്മൾ ചില നല്ല കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കത്തില്ലേ? വസ്തു പഠിക്കാൻ പോകുമ്പോൾ നല്ലൊരു പ്ലോട്ട് അന്വേഷിച്ച് നടക്കില്ലേ? അതുപോലെ മരണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുമെന്ന്. എവിടെയെങ്കിലും ഒന്ന് ചാകാനൊരവസ്ഥ കിട്ടുമോ? ഏതെങ്കിലും ഒരു പോത്ത് കൊമ്പും പടത്തി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് നിന്ന് കൊടുക്കും. കാരണം എന്താ? ഒന്ന് കുത്തി അങ്ങ് കൊല്ലെന്നും പറയാം. കൊല്ലത്തില്ല. കാരണം എന്താ? ചെയ്ത പോലെ ശിക്ഷ അനുഭവിക്കണം. ഈ കായിനുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ കായിന്റെ സ്വഭാവമുള്ളവർക്ക് ഈ ഭൂമിയിൽ ഉഴന്ന് നടക്കേണ്ട ഗതികെട്ട അവസ്ഥ വരും. നിങ്ങൾക്കറിയാമോ, പല പ്രിയപ്പെട്ടവരെയും കൊന്നവര്, ആ ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നവർ തന്നെ, അവരുടെ ചരിത്രം പത്രറിപ്പോർട്ടിൽ ഞാൻ വായിച്ചു കേട്ടത്, അവരെല്ലാം, അവർ 2-3 പ്രതികളെല്ലാം രോഗം പിടിച്ച് വിറങ്ങലടിച്ച് പുഴുത്ത് ചത്തെന്ന കേട്ടത്. കാരണം എന്താ? കൊല്ലാൻ ആർക്കും പ്രമാണമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോ ഒരു തത്വസംഹിതയുടെ മുൻപോട്ട് പോകുന്ന ആൾക്കോ ആരെയും കൊല്ലാൻ അനുവാദമില്ല, അവരെ ഉപദ്രവിക്കാൻ അനുവാദമില്ല. സുവിശേഷകരെ നിരാധിപം തല്ലിക്കൊല്ലുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാ കൊല്ലുന്നത്? സാത്താന്റെ ആത്മാവ് കയറിയിട്ട് അവരത് ചെയ്യുന്നത്. ഒരു മനുഷ്യന് കൊല്ലാനായിട്ട് കഴിയത്തില്ല. പിശാച് അവരിൽ വ്യാപരിച്ചിട്ടാണ്. കാരണം പിശാചിന്റെ സ്വഭാവം എന്താ? അറുക്കുക, മുട്ടിക്കുക, കൊല്ലുക, മോഷ്ടിക്കുക, കൊല്ലുക. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം, ആരെയും കൊല്ലാനും ഉപദ്രവിക്കാനും നമുക്ക് അവകാശമില്ല. സ്വത്രം. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമാചരിക്കുക. പെന്തക്കോസ്തുകാരും പിന്നെ ആരെയും കൊല്ലാറൊന്നുമില്ല. എന്നാൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, കൊല്ലാതെ കൊല്ലുന്നവരുണ്ടും താനും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് സ്വത്രം നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വേഗത്തിൽ 15-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. സ്വത്രം. നാം എല്ലാവരും നിദ്രകൊള്ളി, എല്ലാവരും അന്ത്യകാലനാളിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നവരെല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത്, ഈ ദ്രവിച്ചു പോകുന്ന ശരീരം അദ്രവത്വത്തിലേക്ക് മാറ്റപ്പെടും. അടുത്ത്, ഈ മരണകരമായ ശരീരം മരിക്കാത്ത അമർത്യമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോകുകയാണ്. അടുത്ത്, ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തിന്റെ ഉടമയായ നമ്മൾ ദ്രവിക്കാത്ത അവസ്ഥയിലേക്ക്, നിത്യജീവന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു. അടുത്ത്, ഈ മരണകരമായ അവസ്ഥയിൽ മരിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറ്റപ്പെടുന്നു. അടുത്ത്, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകാൻ പോകുകയാണ്. മരണത്തെ ദൈവം മാറ്റാൻ പോകുകയാണ്. മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഏറ്റവും വലിയൊരു പ്രസ്താവന, ഒടുക്കത്തെ ശത്രുവായ മരണം, പാപത്തിന്റെ ശമ്പളം മരണം. ഈ മരണത്തെ സർവശക്തനായ ദൈവം എടുത്തു മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞ് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൻ ജീവിതം നയിച്ച് ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ച്, ആത്മഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസൗമ്യത, ഇന്ദ്രിയജയം, ഈ വയ്ക്ക് വിരുദ്ധമായി യാതൊരു പ്രമാണവുമില്ല. അപ്പൊ ആത്മഫലത്താലും വരത്താലും
വരങ്ങൾ കുറച്ച് കുറഞ്ഞാലും ആത്മഫലങ്ങൾ പ്രാപിച്ച് ആത്മഫലം പുറപ്പെടുവിച്ച് ദൈവസഭയ്ക്ക് സബലനാകുന്ന വ്യക്തികൾക്ക് മരണമില്ല. അവൻ മരിച്ചാൽ അവൻ ഉറക്കത്തിലേക്കാണ് പോകുന്നത്. എന്നെ വളരെ സന്തോഷം. ഞാൻ നിങ്ങളോട് സത്യം പറയാൻ താല്പര്യപ്പെടുക. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഞാൻ മരിച്ചുപോയാ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത്, ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്ന് ഒരു അക്ഷരത്തിൽ എഴുതി എൻ്റെ ഡെഡ് ബോഡിയുടെ തലക്കെ കൊണ്ട് വെച്ചേക്കണം. അപ്പോൾ ചോദിക്കുന്നത് എന്താ ഇത്, ഇതെന്താ എഴുതിയേക്കും? അതേ ഈ പുള്ളി പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ ഇത് യൂട്യൂബിൽ നിങ്ങൾ കുത്തി നോക്കിയാൽ അങ്ങനെ കിട്ടി. അങ്ങനെ ആ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ഒരു പോകാനായിട്ട് ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തെന്നുള്ളല്ലോ, വേറൊന്നുമില്ല. അത്ഭുത അതിശയമൊന്നുമില്ല, അതിലില്ല. കർത്താവിൻ്റെ ഒരു പോകാനുള്ള വഴി ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന ഉപദേശം മാത്രമേ ഉള്ളൂ. മോശയുടെ പ്രമാണം മനുഷ്യനെ കൊല്ലുന്നതാണ്, ഇരുട്ടിൻ്റെതാണ്, മരണത്തിൻ്റെതാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം വായിച്ച് പഠിച്ചു വെച്ചാൽ മതി. പറയാൻ സമയമില്ല, കുറച്ച് പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവാൻ ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കണ്ണിമിക്കുന്നതിനിടയിൽ സംഭവിക്കാൻ പോവുക. ഇൻ ദ ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ, ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണിമിക്കുന്നതിനിടയിൽ അത് സംഭവിക്കാൻ പോവുക. കാഹളം തിരിച്ച് കർത്താവ് വരാൻ പോവുക. തന്റെ സഭ ചേർക്കപ്പെടാൻ പോവുക. പെന്തക്കോസ്ത് ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന പ്രമാണങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ച് 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 അവസാന ശ്വാസം വരെയും കണ്ണടയുന്നത് വരെയും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം, യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെ പിതാവ് നീതീകരിക്കുന്നു. കുറ്റവാളിയെ ആദാമ്യ പാപനിമിത്തം കുറ്റത്തിന് വിധിക്കപ്പെട്ട് മരണത്തിന് വിധിക്കപ്പെട്ട് കിടന്നവരെ മരണത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാനായിട്ട് ദൈവം അവനെ മാറ്റിയിട്ടിരിക്കുക. പക്ഷേ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവന് ദൈവം പിതാവ് നീതീകരണം കൊടുത്തു. ഇനി നീതീകരണം ലഭിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഏതാണ് ഈ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കുക? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഞാൻ അതിനുവേണ്ടി വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. 6-ന്റെ 19-ാം വാക്യം, 9-അല്ല 19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മകത്തിനായും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചവന്റെ അവയവം പഞ്ചേന്ദ്രിയം പാപം ചെയ്യുന്നത് നിർത്തിയിട്ട് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക, ഉപദേശം അനുസരിക്കുക, പഥ്യവചനം പഥ്യോപദേശം അനുസരിക്കുക. ഉപദേശം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ വിഷയത്തിലുമുള്ള ഉപദേശങ്ങൾ അനുസരിക്കുമ്പോൾ പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിന്റെ അവസാനം നിത്യജീവൻ. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ അല്ല, അതിന് മുമ്പൊരു ഭാഷയുണ്ട്. പാപം ചെയ്യുമ്പോൾ ലജ്ജ കിട്ടും. പ്ലസ് ലജ്ജ. പാപം ചെയ്യുന്നു, പിന്നെയും ലജ്ജ, പിന്നെയും ലജ്ജ, പിന്നെയും ലജ്ജ. അതിന്റെ അവസാനം മരണം, നിത്യമരണം, നിത്യനരകം. എന്നാൽ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നീതി പ്ലസ് നീതീകരണം, വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോ നാവ് കൊണ്ടൊരു പാപം നമ്മൾ പറഞ്ഞു നിൽക്കട്ടെ. പാപം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നു. അയ്യോ, നീ പറഞ്ഞത് തെറ്റാക്കി, താവേനോട് ക്ഷമിക്കണമേ. അപ്പൊ നീതീകരണം കിട്ടി, നമുക്ക് ശുദ്ധീകരണം കിട്ടി. ഒരു പ്രവൃത്തി ചെയ്തു, തെറ്റായിപ്പോയി. അപ്പൊ വചനത്തിലൂടെ വചനം പരിശുദ്ധാത്മാവ് വചനം ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ അത് തെറ്റായെന്ന് കർത്താവേ ഞാൻ ആ പ്രവൃത്തി ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടി. അപ്പൊ പ്ലസ് വിശുദ്ധീകരണം, അങ്ങനെ ഓരോ പാപത്തിനും വിശുദ്ധീകരണം കിട്ടി. ആ വിശുദ്ധീകരണത്തിന്റെ അന്തമായ നിത്യജീവൻ. അത് പെട്ടെന്നൊന്നും ഈ നിത്യജീവനിലേക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോയെന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റ്, ടോട്ടലി തെറ്റ്. കാരണം നിത്യജീവനിലേക്ക് പോകാനുള്ള പ്രോസസ്സിംഗ് ആണ് റോമാലേഖനം 6-ാം അധ്യായം. യൂട്യൂബിൽ അത് നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. ദ ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 6 എന്നുള്ളത് മൊബൈലിൽ അടിച്ചാൽ പാസ്റ്റർ സാംബോൾ ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്ന് അടിച്ചാൽ റോമൻ 6-ാം അധ്യായം കിട്ടും. അതിൽ ഒത്തിരി മെസ്സേജ് കയറി വരുന്ന ബുക്ക് ഓഫ് റോമൻ വരും. അത് നമ്മൾ കേട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ലജ്ജയും അതിന്റെ അവസാനം മരണവും, നീതി ചെയ്തുകൊണ്ടിരുന്നാൽ വിശുദ്ധീകരണവും, അതിന്റെ അവസാനം നിത്യജീവൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിർത്താം. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും നീക്കി മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം
പാപത്തിന്റെ ശക്തി അവിടെ നിൽക്കട്ടെ മാമേ. അപ്പോൾ നമ്മൾ ശവം കൊണ്ട് വെച്ചിട്ട്, ഇതിപ്പോൾ ഒരു ശവമാണെന്ന് ഇങ്ങനെ കരുതാം പാസ്റ്ററെ, ഇതൊരു ഡെഡ് ബോഡി ആണെന്ന് കരുതുക, ഇതൊന്ന് കരുതുക ഒരു ഡെഡ് ബോഡി ആണെന്ന് കരുതുക. അപ്പം നമ്മളിവിടെ ഞങ്ങൾ പ്രസംഗിക്കുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ, പാസ്റ്റർ പ്രസംഗിക്കുക, ഹേ മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ. അടക്കുശൂനെ പ്രസംഗിക്കുന്ന ആരെ നോക്കിയാ പറയുന്നത്? ഈ ചത്ത് കിടക്കുക. അവൻ ഈ വാക്യം ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ല. അവൻ ഈ വാക്യം അവൻ കീർത്തനം കേട്ട് കേട്ട് അവൻ്റെ ചെവിട് തിഴമ്പിച്ചിട്ടില്ല, ഇതങ്ങോട്ട് കയറത്ത് പോലും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അന്തസത്ത ഭാഷം ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ നിർമ്മല മനസ്സ് ഭാഷം മനസ്സിലാക്കണം. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് ഈ മരിച്ചു കിടക്കുന്നവൻ മരണത്തെ നോക്കി പറയണം. പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അങ്ങനെ പറയുമ്പോഴാണ് ആ മരണത്തോടുള്ള അവൻ്റെ വെല്ലുവിളി, അവൻ്റെ വിശ്വാസം, അവൻ്റെ പ്രത്യാശ, അവൻ്റെ ആത്മീയാനുഭവം, ദൈവമായിട്ടുള്ള അവൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാകുന്നത്. ഒരു പ്രാവശ്യം പോലും അവനെ വായിച്ച് കേൾപ്പിക്കാതെ 150 സങ്കീർത്തനം അവനെ വായിച്ച് പഠിപ്പിച്ച് അവസാനം ഈ വാക്യം ചത്തു കിടക്കുന്നവന്റെ ചെവി പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം? നിർത്തിക്കോ, ഇന്നുകൊണ്ട് നിർത്തിക്കോ. ഇത് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വായിക്കോട് ഞാൻ പറയും, തൊട്ടു പോകുന്ന ഇതൊന്നും പറയില്ല, വെറുതെ ഒരു തുണി തെറ്റി കൊണ്ട് കുറിച്ചിട്ടേക്കണം. എവിടെ പറച്ചിലും പ്രാർത്ഥനയും ചൊൽത്തുമല്ല ഞാൻ ഒരുത്തെഴുന്നേറ്റ് വരുന്നത്. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന എൻ്റെ ജീവിതമാണ് എനിക്ക് ഉയർപ്പല്ലാത്തത് കിട്ടുന്നത്, അല്ല വേറൊന്നുമല്ല. എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റുക. ഒരു പാട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പാട്ട് പാടി സ്വർഗത്തിലോട്ട് കയറ്റുക. ഒരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, താടിയൊക്കെ വെച്ചൊരു ചെറുക്കൻ, അവൻ്റെ പേര് വരെ ഭാഷ അറിയാം, ജിക്കു മരിച്ചപ്പോ ചിക്കു കുക്കു എന്തെങ്കിലും ആയിക്കോട്ടെ, മരിച്ചപ്പോൾ ഞാൻ ആ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുക. 15 ഓർഗൻ, 15 ഗിറ്റാർ, 15 ചെണ്ട, 15 മത്തങ്ങ എല്ലാം കൂടി വെച്ച് അടിച്ച് പാട്ട് പാടി. അപ്പോൾ തമ്പിച്ചാൻ ഒരു തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ട് വന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് തമ്പിച്ചാൻ പറഞ്ഞു, ഞാൻ മരിക്കും ഇതുപോലെ തന്നെ അടക്കണമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? അമ്മാമ്മ ചിന്തിച്ച അമ്മാമ്മയെ, അല്ലെങ്കിൽ അമ്മ എന്നെ ഒന്ന് തിരുത്തിത്ത. ഇപ്പൊ ഈ മേളത്തിലൂടെ അടക്കുമ്പോഴാണ് ഒരു തെരഞ്ഞെടുത്ത് വരുന്നത്. ചിക്കു എങ്ങനെ ജീവിച്ചെന്നുള്ളതിന്റെ മാനദണ്ഡത്തിനല്ലേ ചിക്കു എഴുന്നേറ്റ് വരുന്നത്. എന്നെ നിങ്ങൾക്ക് തിരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചു കുഞ്ഞ് എന്നോട് വചനത്തിലൂടെ പറയാൻ തിരുത്തുന്ന സ്വഭാവമുള്ളവനാ, തെറ്റിപ്പോകുന്നവനാ, എപ്പോഴും തെറ്റുന്നവനാ. തെറ്റുകളും അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട്. പക്ഷെ വചനത്തിലൂടെ ന്യായമായ നിലയിൽ തിരുത്തണം, അല്ലെങ്കിൽ അടി കിട്ടും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞില്ല. അടിയെന്ന് പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയുന്നു, വേറെ ഒന്നുമില്ല. സ്വത്രം. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരളക്കം ഉണ്ടായി. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഇതുപോലെ അടക്കണം. 15 ഓർഗം വേണം, 15 ഗിറ്റാർ വേണം, 15 വയലിൻ വേണം, 15 ചെണ്ട വേണം, 15 വയലിൻ വേണം, എല്ലാം കൂടി വെച്ച് പോകുന്നേ ഞാനും. ഇങ്ങോട്ട് പോണത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് തമ്പുരാൻ ഒന്നും പ്രവർത്തിക്കത്തില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന എന്തിനാണ്? ആ വചനത്തിന്റെ വ്യവസ്ഥയിൽ നമ്മൾ നിലനിന്ന് ജീവിക്കുക. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ന്യായ പ്രമാണമെന്ന ഹേ മരണത്തെ വെല്ലുവിളിക്കുന്ന നിലയിൽ ഈ മരിച്ചു കിടക്കുന്ന സഹോദരൻ അവന്റെ ആത്മീക നിലവാരം മരണത്തെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ ഒരാത്മീക വളർച്ച, ഒരാത്മീക വർധനവ്, ഒരാത്മീക നിറവ് അവനുണ്ടാകണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അങ്ങനെ ഉണ്ടായോ? പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ആത്മീയ വളർച്ച, ആത്മീയ വർധന പ്രാപിച്ചിരുന്നവര് മരിച്ചു പോകുമ്പോഴാണ് അവർക്കാണ് പ്രത്യാശ. ഓശയുടെ പ്രമാണം കേട്ട് ജീവിച്ചവന് എന്നാ പ്രത്യാശ ഉണ്ടാകാനാ? മരിച്ച ശേഷം മരണവേദിന്റെ ജയമേട് എന്ന് ഈ കത്തോലിക്ക സ്നാനപ്പെടുത്തുമ്പോൾ ചെയ്യുന്നത് എന്താ? കുഞ്ഞിന് വേണ്ടി ആരാ വാക്ക് പറയുന്നത്? നമ്മളത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ദൈവം അംഗീകരിച്ചു കൊടുക്കുന്നുള്ള എന്താ അറിയുന്നത്? ഈ മരിച്ചു കിടക്കുന്നതിന് വേണ്ടി ഈ പുള്ളി വാക്യം പറഞ്ഞ ദൈവം അംഗീകരിക്കുമോ? പല്ലില്ലാത്ത കളവനാണ് പറയുന്നത്, പറഞ്ഞ് പറയുന്നത്. കൊച്ചിന് വേണ്ടി പറയുക. നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ച് അടി കിട്ടി, ഭയങ്കര. ഇപ്പൊ സ്പ്ലിറ്റായി അവര്. മറിയ ഭക്തി എടുത്ത് ദൂരെ കളയണമെന്ന് പറഞ്ഞ് വത്തിക്കാനെന്ന് വന്നപ്പോൾ ഇവിടെ അച്ഛന്മാർ പറയുക അത് സാത്താൻ്റെ ഒരു ഗണിയാണ്. എങ്ങനെയുണ്ടത്? അതാ പറഞ്ഞ സാത്താൻ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക ദൈവമക്കളെ. നമ്മൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട.
10 പേരെ രക്ഷയിലേക്ക് നടത്താനായിട്ട് അവരോട് ഉപദേശം പറഞ്ഞും പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം, അത്രേ ഉള്ളൂ. വചനത്തിലേക്ക് വരാൻ പറ. പോപ്പിൻ്റെ അഭിപ്രായം വേണ്ട, ആരുടെ അഭിപ്രായം വേണ്ട. നിങ്ങൾ പുസ്തകത്തിലേക്ക് തിരികെ, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരികെ. എനിക്ക് അവരെക്കുറിച്ച് ഏറ്റവും വലിയൊരു പാപമായിട്ട് കാണുന്നത് അവർ വിഗ്രഹാരാധക. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം വിഗ്രഹാരാധന. ശലോമൻ ബഹുമാനിത്യം 700-ഉം 300-നെയും തിരഞ്ഞെടുത്തു എന്നുള്ളത് അല്ല പാപം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? അവൻ തിരഞ്ഞെടുത്ത ജാതീയ ഭാര്യമാരുടെ വിഗ്രഹങ്ങൾക്ക്, ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് ഈ ഭക്തൻ ബലി കഴിക്കാൻ പോയി എന്നുള്ള ഒറ്റ പാപമാണ്. വിഗ്രഹാരാധന ശലോമനെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്ന് അടർത്തിയെടുത്ത് കളഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് ഒരു സഹോദരൻ മരിക്കുന്നതിന് മുൻപ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അവനെ പഠിപ്പിച്ച് അവനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയായ പ്രമാണം. എഫേസ്യ ലേഖനം 2:14 അമ്മമ്മ പെട്ടെന്നൊന്ന് വായിക്കും. ഈ പാപത്തിന്റെ ശക്തിയായ പ്രമാണം എന്ന് പറഞ്ഞപ്പോൾ ഈ വാക്യം എൻ്റെ ഉള്ളിലോട്ട് കയറി വന്നു. എഫേസ്യർ 2:14. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കണ്ണു തുറന്ന് പെന്തക്കോസ്ത് സമൂഹം ഇതൊന്ന് കാണും. യേശു കർത്താവ് നമ്മുടെ സമാധാനം. അവിടെ ഇരുപക്ഷം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിലുള്ളവരും ജാതികളിൽ കിടന്നവരും ഇരുപക്ഷത്തെ ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ, തന്റെ ക്രൂശുമരണത്തിലൂടെ നീക്കി വേർപാടിന്റെ നടിച്ചുകൂടായ ന്യായപ്രമാണം ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യൻ. ക്രിസ്തുവിലൊരു പുതുമനുഷ്യൻ. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതു മനുഷ്യനാക്കി ന്യായപ്രമാണത്തിലുള്ളവരെയും ന്യായപ്രമാണം ഇല്ലാതെ കിടന്ന ജാതികൾ, പിശാചിനെ എഫേസ്യ ലേഖനം 2:2 വായിക്കുമ്പോൾ ആകാശത്തിലെ ശക്തികളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജാതികളായ നമ്മെയും തേജോവനായ ദൈവത്തിന്റെ പ്രമാണം ലഭിച്ച യഹൂദ ജാതിയെയും ഒരൊറ്റ പ്രമാണത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഈ ന്യായപ്രമാണം നിവർത്തിച്ചാൽ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അനുസരിച്ചാലേ നമുക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റും. ഈ പ്രമാണത്തിന്റെ ഉടമ്പടി എവിടെയാ? യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് 22:20 വായിച്ചാട്ട് അമ്മമ്മേ. ലൂക്കോസ് 22:20. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം കേട്ടോ. 22:20 ലൂക്കോസ് 22:20. എല്ലാവരും അറിഞ്ഞിരിക്കണം വാക്യം. ഓ സ്തോത്രം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമം. യേശു ക്രിസ്തുവിന്റെ രക്തം ചീന്തിയിട്ടാണ് പുതിയ നിയമം ഉണ്ടായത്. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിലൂടെയാണ് നടക്കുന്നത്. പഴയ നിയമം സ്തോത്രം ജഡത്തിന്റെ പ്രമാണമാണ്. പുതിയ നിയമം ആത്മാവിന്റെ പ്രമാണം. പഴയ നിയമം ജഡീക ശുദ്ധി വരുത്തുന്നു, പുതിയ നിയമം ആത്മാവിന്റെ ശുദ്ധീകരണം. ഇങ്ങനെ വിഷയങ്ങൾ കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ മുമ്പ് പ്രാവശ്യം ന്യായപ്രമാണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് 3-4 ക്ലിപ്പിറക്കിയാണ്. നിങ്ങളൊക്കെ വായിച്ച്, അത് മൊബൈലിലുണ്ട്, അതെല്ലാം ഒന്ന് കേട്ട് നോക്കണം. അരമണിക്കൂർ വെച്ച് ഓരോന്ന് ചെയ്യുന്നുള്ളൂ. അരമണിക്കൂർ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് കേൾക്കാൻ പാടില്ല. നിർബന്ധമായിട്ട് കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെയും ന്യായപ്രമാണത്തെക്കുറിച്ച് വേറെയും ചില ക്ലിപ്പുകൾ ചെയ്യാൻ പോവുകയാണ് ഞാൻ. കാരണം ഇത് ആൾക്കാർ ന്യായപ്രമാണത്തിൻ്റെ അഡിക്റ്റായിട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ന്യായപ്രമാണത്തിന് കീഴെ അടച്ചിട്ടിരുന്നു. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ന്യായപ്രമാണം സ്ത്രീയുടെ സന്തതി വരുന്നത് വരെയായിരുന്നു. ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു. അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഞങ്ങളുടെ വീട്ടിൽ 5 വയസ്സുള്ള കൊച്ചുണ്ട്. കൊണ്ടുവിടാനും എടുക്കാനും ഞാനാ പോകുന്നത്. ഇന്നിപ്പോൾ വൈഫ് പോകും. ഞാൻ ചോദിക്കട്ടെ, 5 വയസ്സുള്ളവന് LKG പഠിക്കുക, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? അവനെ പിന്നെയും കൊണ്ടുവിടണം. അല്ലേ പൊക്കോളൂ. ന്യായപ്രമാണത്തിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ശിശുപാലകനാരാ? ന്യായപ്രമാണം. ശിശുപാലകനായി ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവന് വളർച്ച പ്രാപിച്ചൊരു പൈതലായി. പിന്നെ അവന് സ്വന്തം നടക്കാം. ഇന്നും ഈ വളർച്ച പ്രാപിക്കാത്ത അവസ്ഥയിലേക്ക് കെട്ടിയിടുകയല്ലേ ചെയ്യുന്നത്.
യഹൂദ ഗലീല സഭകൾക്ക് സമാധാനമുണ്ടായി, അവർ ആത്മീയവർദ്ധന പ്രാപിച്ചു. സ്തോത്രം. ആ വാക്യത്തിൽ വേറൊരു വാക്യം കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. കുറിച്ചിടേണ്ട വാക്യമാണ് പ്രവൃത്തി പുസ്തകം 9 ഞാൻ പറഞ്ഞല്ലോ 31 വാക്യം. പ്രവൃത്തി പുസ്തകം 16 21 കൂടി വായിക്കുമ്പോൾ ശക്തമായ ഒരു ഉപദേശം അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. 21 16 സ്തോത്രം 2 4 വാക്യം. അവർ പട്ടണത്തോറും ചെന്ന് യെരൂശലേമിലെ അപ്പസ്തോലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ പെരുകുകയും ചെയ്തു. ദിവസേന പെരുകുകയും ചെയ്തു. ആ മുമ്പുള്ള പദം ശ്രദ്ധിക്കണേ. അപ്പോസ്തലന്മാർ വിധിച്ച നിർണയങ്ങൾ, അപ്പോസ്തലന്മാർ മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന്. അതേതാ ഉപദേശം? അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ പ്രമാണിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പട്ടണം തോറും പുതിയ നിയമം. ഒത്തിരി നാളുകളെ മറിഞ്ഞു കിടക്കുന്ന ഒരു വാക്യമായിരുന്നു, കർത്താവിന്റെ കണ്ണിൽ കാണിച്ചു തന്നു. അതും ഈ 9:31 പ്രവൃത്തി 9:31 പ്രവൃത്തി 16:4-5 കൂടി വായിച്ച് ഗ്രഹിപ്പിച്ച് സഭകൾ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ കൊണ്ട് നിറയണം. ഞാൻ പെട്ടെന്ന് സഭകൾക്ക് സമാധാനമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാം. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. എത്ര മനോഹരമായൊരു പ്രബോധനമാണ് ഇന്ന് വൽക്കാലം കർത്താവ് നമുക്ക് തന്നത്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തെറ്റിപ്പോകരുത്, ആരും നമ്മളെ തെറ്റിക്കരുത്, ശത്രു നമ്മളെ തെറ്റിച്ച് കളയരുത്, ശുശ്രൂഷന്മാർ നമ്മളെ തെറ്റിച്ച് കളയരുത്, നമ്മൾ പോകേണ്ടുന്ന വഴി അവർ നശിപ്പിച്ച് കളയരുത്, നമ്മൾ അതിന് അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. അതിനായിട്ട് ഈ വചനങ്ങൾ കർത്താവ് നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സമയം മുമ്പോട്ട് പോയല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഉണർത്തുന്ന ചില പ്രബോധനങ്ങൾ, ചില ഉപദേശങ്ങൾ സർവശക്തനായ ദൈവം ഇന്ന് വൽക്കാലം ഞങ്ങൾക്ക് നൽകിയല്ലോ. ദൈവത്തിന് മുമ്പാകടിനെ സമർപ്പിക്കുന്നു, ദാസിനെ സമർപ്പിക്കുന്നു, ഈ കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ വചനങ്ങൾ കേട്ട് ആരും നശിച്ചു പോകാതെ കണ്ണുമിക്കുന്നതിനിടെ നടക്കുന്ന ആ മഹാസംഭവത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, ഉണർന്നിരിക്കുവാൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ, അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശമനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയെ തികച്ച് പ്രത്യാശാനിർഭരമായൊരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്താട്ട് മഹത്വം മുഴുവൻ കർത്താവിന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥനയോടായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദാവാം ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടുന്ന പ്രത്യവിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരുവരെയുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മോട് കൂടി ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.